അതിപ്പോൾ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് ഇനി മൂന്നാമത് വരാൻ കഴിയില്ല. കാരണം അത്രയേറെ ജനരോഷം ശക്തമായിരിക്കുക. അതിപ്പോൾ ആര് വിചാരിച്ചാൽ അതിപ്പോൾ എല്ലാവരേക്കാൾ നന്നായിട്ട് ശ്രീ പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് പിണറായിൻ്റെ മൂന്നാം വരവ് എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷേ മുന്നണിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാണ് ഞങ്ങൾ 27-ാം തീയതി ഒരു ഫുൾ ഡേ യോഗം എറണാകുളത്ത് ചേരുന്നുണ്ട്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ചുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ മുന്നണിയെ സജ്ജമാക്കാൻ വേണ്ടിയാണ് യോഗം. ഇതിപ്പോൾ കോൺഗ്രസിന് CPM-നെ പ്രതിരോധിക്കണം, അതൊക്കെ സ്വാഭാവികം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെയുള്ള നേതാവിനെ പ്രതിരോധിക്കേണ്ട ഗതികളിലേക്ക് പോകുന്നു എന്നുള്ളത് ശരിയായ കാര്യമാണോ? കോൺഗ്രസ് ഒരു ജനാധിപത്യ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ലിമിറ്റ് പോകരുതെന്ന് മാത്രം. അങ്ങനെ ഇതുവരെ അദ്ദേഹം ലിമിറ്റ് വിട്ടിട്ടില്ല. ഒറ്റ കാര്യം കൂടെ, ഈ തരൂരിന്റെ കേരളത്തിലെ ദൗത്യം എന്താണ്? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ 18 UDF MP-മാരിൽ ഒരാളാണ്. അതിലും കൂടുതലായിട്ട് ഞാൻ പറയാം, അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ പാർലമെൻറ്റിൽ നന്നായി സംസാരിക്കാൻ മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് കഴിവുണ്ടാകും. ഇപ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും എന്നെപ്പോലുള്ള ഞാനൊക്കെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നപ്പോഴും നമ്മളൊക്കെ കൊച്ചു കേരള കാര്യങ്ങളും കൊച്ചു ഭാരതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയിൽ കൂടുതൽ അറിവ് അദ്ദേഹത്തിനുണ്ട്. ചില കാര്യങ്ങളിൽ ഇപ്പോൾ ലോക്കൽ പൊളിറ്റിക്സിൽ ഞങ്ങൾക്കുള്ള അറിവ് പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അദ്ദേഹത്തിന് അറിവുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കണം. ആരെയും നമ്മൾ ഇടിച്ചു താഴ്ത്തരുത്.